പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വന്നിരിക്കുന്നത് വയനാടിന്റെ പ്രിയപ്പെട്ട ഗായകൻ സത്യൻചേട്ടന്റെ വീട്ടിലാണ്. അപ്പൊ സത്യൻചേട്ടൻ കൂടുതലായിട്ട് തന്നെ സത്യൻചേട്ടനെ പരിചയപ്പെടുന്നതായിരിക്കും. എൻ്റെ പേര് സത്യം എന്ന്. ഞാനൊരു നാടൻ പാട്ട് അതുപോലെ തന്നെ മറ്റുള്ള പാട്ടുകളൊക്കെ പാടുന്ന ഒരു ഗാനമേള ട്രൂപ്പുള്ള ഒരാളാണ് വയനാട്ടിൽ. കൂടാതെ നമ്മൾ ഓൾ കേരള പ്രൊഫഷണൽ പ്രോഗ്രാം ഏജൻസി കോർഡിനേറ്ററും കൂടിയാണ്. അപ്പം കഴിഞ്ഞ 2025 ഓഗസ്റ്റ് 23 ഒരു പകലൊരു പ്രോഗ്രാമിന് കൽപ്പറ്റയിൽ നിന്ന് കഴിഞ്ഞ് ഞാൻ തിരിച്ച് പനമരത്തെത്തി. അവിടെ ബൈക്കെല്ലാം നിർത്തി സാധനങ്ങളൊക്കെ മേടിച്ച് പോരുന്ന നേരത്താണ് എനിക്ക് ചെറുതായിട്ട് കാലിനൊരു തരിപ്പും തലയ്ക്ക് ചെറിയൊരു തലകറക്കം പോലെ തോന്നിയത്. അപ്പോൾ അവിടുന്ന് ഞാൻ പെട്ടെന്ന് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ വാങ്ങി കുടിച്ച് ഞാൻ അവിടുന്ന് വണ്ടി എടുത്തിട്ട് ഇവിടം വരെ 1 കിലോമീറ്റർ ഓടി വീട്ടിലെത്തി. പിന്നെ വന്നിട്ട് ഞാൻ ഈ സോഫയിൽ ഇരുന്നതാണ്. പിന്നെ എനിക്ക് എണീക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ അങ്ങനെ വീണു. ഇപ്പോൾ 2.5 മാസം ഹോസ്പിറ്റലിൽ അതുപോലെ തന്നെ കിടന്നു. പിന്നെ സ്റ്റിക്കെല്ലാം ഉപയോഗിച്ച് ഞാൻ മെല്ലെ മെല്ലെ നടന്ന് ഇപ്പോൾ 1 വർഷം, ഈ 23 വന്ന 1 വർഷമായി. പ്രോഗ്രാമിനൊന്നും അങ്ങനെ പോകാൻ പറ്റുന്നില്ല. പിന്നെ നമുക്ക് വേണ്ടപ്പെട്ട ചില അമ്പലക്കാരുകളും പള്ളിയിലെ ആൾക്കാരൊക്കെ എന്നെ വിളിച്ചിട്ട് സഹായിച്ചു. അവരൊക്കെ പറഞ്ഞു, നീ എന്നെ പ്രോഗ്രാം ചെയ്യണം, സത്യം തന്നെ ചെയ്യണം. എൻ്റെ അവസ്ഥ കണ്ടിട്ട് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് എല്ലാവരും എന്നെ ഒരുപാട് സഹായിക്കും. സഹകരണങ്ങളും ഒരുപാട് ക്ഷേത്ര കമ്മിറ്റികളും കൂടാതെ പള്ളി കമ്മിറ്റിക്കാർ പള്ളി പെരുന്നാളിനൊക്കെ എന്നെ വിളിച്ചു. അങ്ങനെയൊക്കെ ആയി. പക്ഷെ അടുത്ത കൊല്ലം പോലെ നല്ല രീതിയിൽ എനിക്ക് പ്രവർത്തിക്കാനാവും, ഈ ദൈവം അനുഗ്രഹിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ്. ഇപ്പം ഞാൻ മെല്ലെ സ്റ്റിക്കെല്ലാം ഒഴിവാക്കിയിട്ട് ബൈക്കിലൊക്കെ ചെറിയ പോക്കറ്റ് റോഡുകളിലൂടെയൊക്കെ ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. വലിയ തിക്കും തിരക്കിലൊന്നും ഓടാനായിട്ടില്ല. സത്യേട്ടൻ പൂർവാധികം ശക്തിയോടെ തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. തിരിച്ചു വരും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിന് സർവേശ്വരന്റെ അനുഗ്രഹം ഉണ്ടാവുമെന്ന് ഞാനും എന്തായാലും വരും സത്യേട്ടാ. എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരുപാട് പേരോടൊന്നും വയനാട്ടിലുള്ള പ്രത്യേകിച്ച് ഒരുപാട് ക്ഷേത്ര കമ്മിറ്റിക്കാർ, വ്യാപാരികൾ, അതുപോലെ തന്നെ പള്ളി കമ്മിറ്റിക്കാർ എല്ലാവരും എന്നെ ഒരുപാട് സഹായിച്ചതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എത്തിയത്. പിന്നെ വേറെ ആർക്കും നമുക്ക് അങ്ങനെ സഹായിക്കാനെന്നുള്ളൊരു ഒരുപാട് സാമ്പത്തികം എന്നുള്ള ഒരാളല്ല. പക്ഷെ ഒരുപാട് പേരുടെ എൻ്റെ സുഹൃത്തുക്കളും ഒരുപാട് പേരുടെ സഹായം കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ എത്തിയത്. ഇനിയും ഇവിടെ ഞങ്ങൾ സാമ്പത്തിക സഹായം പോലെ തന്നെ ഏറ്റവും വലുതാണല്ലോ അല്ലേ പ്രാർത്ഥന സഹായം. പ്രാർത്ഥന സഹായം ഒരുപാടുണ്ടായിരുന്നു. കാരണം ജാതി ഭേദം ഒന്നുമില്ലാതെ ഒരുപാട് ഇപ്പം മുസ്ലിം പള്ളിയിൽ തന്നെ അവരുടെ ഉസ്താദുമാരും അവരെല്ലാവരും എന്നെ കാണാൻ വന്നു. അതുപോലെ തന്നെ ഒരുപാട് ടൗൺ ചർച്ചുകളിലുള്ള ആളുകളും അമ്പലക്കാരും ഒരുപാട് എല്ലാവരുടെ പ്രാർത്ഥന എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും 1 വർഷം ആവുന്നേ ഉള്ളൂ, ഇനി 20 ദിവസമുണ്ട് ഇങ്ങനെയെങ്കിലും ആയത്. ഒരുപാട് സാമ്പത്തിക സഹായത്തിനെക്കാട്ടിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഈശ്വരാനുഗ്രഹം എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുകയായിരുന്നു. വയനാട്ടുകാരോട് എങ്ങനെ എനിക്ക് തിരിച്ചതിനൊരു സഹായങ്ങൾ അവരോട് ചെയ്യാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാനൊന്ന് സുഖമായി വന്നു കഴിഞ്ഞാൽ എല്ലാ ക്ഷേത്ര കമ്മിറ്റിക്കാരോടും വ്യാപാരികളോടും ഞാൻ സഹകരിക്കാനും തയ്യാറാണ്. വീണ്ടും പഴയ ഗാനങ്ങളുമായിട്ട് എല്ലാവരും വീണ്ടും പഴയ പാട്ടുകളൊക്കെ ആയിട്ട് ഞാൻ വരും, പാട്ടൊക്കെ പാടും. ഒരുപാട് ഇദ്ദേഹത്തിനെ പരിചയപ്പെടുത്തുന്നതിന് കൂടുതലും ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടെ പറയും. നമ്മുടെ സത്യേട്ടൻ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ നാടൻപാട്ട് രംഗത്ത് സത്യേട്ടന്റെ ഒരുപാട് സംഭാവനകളുണ്ട്. അദ്ദേഹത്തിന്റെ കുലപതി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അദ്ദേഹത്തിന്റെ ചെറിയൊരു നാടൻ പാട്ട് നമുക്ക് കേൾക്കാൻ ഒരു ഭാഗ്യം ഒരു പക്ഷേ നമുക്കിന്ന് കിട്ടിയേക്കാം. ഒരുപാട് പാട്ടുകൾ കേൾക്കാനുള്ള യോഗം ഉണ്ട് എന്തായാലും ഇന്ന്. സത്യേട്ടന്റെ അടുത്ത് കുറെ കളക്ഷൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഒരുപാട് പരിചയപ്പെടുത്തി തരണം. ഒരു കൊല്ലായിട്ട് പുറകിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. സത്യത്തിൽ ഇങ്ങനെ ഇതില്ലാണ്ട് ശബ്ദത്തിനൊന്നും പറ്റിയിട്ടില്ല ദൈവാനുഗ്രഹം കൊണ്ട്. ബാക്കി ഒരു സൈഡൊക്കെ തളർന്നെങ്കിലും മണിച്ചേട്ടന്റെ ഒരു പാട്ട് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിലും സന്ദർഭത്തിലും ഞാൻ പാടാം. ഇക്കൊല്ലം നമ്മക്ക് ഓണല്ലടി കുഞ്ഞേച്ചി, കുട്ടേട്ടൻ തീരെ കിടപ്പിലല്ലേ, കുട്ടേട്ടൻ നമ്മക്ക് കൂടപ്പിറപ്പല്ലേ, കുട്ടേട്ടനില്ലാത്തരോണം വേണ്ട, തണ്ടും താടിയും പോയി ആളും മേലിഞ്ഞില്ലേ, തണ്ടലൊടിഞ്ഞി മോതുകം പോയി, മേൽക്കൂര നോക്കി കീടപ്പല്ലേ കുട്ടേട്ടെ, കുഞ്ഞത്തോനാശിച്ചിട്ടെന്താ കാര്യം, കുഞ്ഞത്തോൻ പെണ്ണല്ലേ പ്രായം ചെറുപ്പല്ലേ, കുറ്റം പറഞ്ഞിട്ടിനെന്താ കാര്യം. നന്നായി. സൂപ്പർ സത്യേട്ടാ. വെറുതെ പറയുന്നത്. ഏത് വർഷമാണ് ശരിക്കും, എത്ര വർഷമായി ശരിക്കും ഈ നാടൻ പാട്ട് രംഗത്ത്? ഞാൻ ശരിക്കും പറഞ്ഞ നാട് തൃശ്ശൂരായിരുന്നു. ഇവിടെ വന്നിട്ടൊരു 22 വർഷം വയനാട്ടിൽ തന്നെയാണ്. അതിന് മുന്നൊരു 10 കൊല്ലം, ഒരു 32 വർഷത്തോളമായിട്ട് ഞാൻ ഈ കലാഫീൽഡിലുണ്ട്. ബാക്കി ഫാമിലി എല്ലാം ഇവിടെ തന്നെ. അച്ഛനും അമ്മയെല്ലാം മരിച്ചുപോയി.
ബാക്കി സിസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങൾ സംഭവിച്ചിട്ട് സത്യം പറഞ്ഞാൽ കൂടപ്പുറപ്പുകൾ ആരും വന്നിട്ടില്ല, എന്നെ വന്നു കണ്ടിട്ടും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഞാനത് മൈൻഡ് ചെയ്യലുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അല്ലാതെ ചില ആളുകൾ ഉണ്ടാവുമല്ലോ, നമുക്കിങ്ങനെ എല്ലാവരും ഇപ്പൊ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കാൻ പറയുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോ നമുക്ക് എല്ലാവരും ചുറ്റുഭാഗത്തുണ്ടാകുമ്പോൾ നമ്മുടെ പക്ഷെ ഞാൻ അതിനെ കുറിച്ച് ചിന്തിക്കാറില്ല. അങ്ങനെ ചേട്ടാ അത് ശരിക്കും ഞാൻ പറയാൻ അറിയും, നമ്മളൊന്ന് വീണ് കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് ആരൊക്കെയുണ്ട്. അല്ല, അതിപ്പോ മനസ്സിലായി ശരിക്കും. അതാണ് ഇപ്പൊ എന്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്. ഒരുപാട് അന്യ ആൾക്കാർ, എനിക്ക് വേണ്ടപ്പെട്ട എന്റെ കൂടെ പിറക്കാത്ത സഹോദരങ്ങളാണ് എന്നെ സഹായിച്ചത്. സത്യേട്ടാ, ഇപ്പൊ ഈ ഒരു നാടൻ പാട്ടിനോടുള്ള ഒരു അഭിരുചി കുഞ്ഞിലെ ഉണ്ടായതാണോ അതോ ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ഈ ഫീൽഡിലേക്ക് വന്നതാണോ? ഞാന് എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛൻ നന്നായിട്ടൊക്കെ പാട്ട് പാടുമായിരുന്നു. ആ. പിന്നെ ഈ പറഞ്ഞ പോലെ അന്നത്തെ കാലത്ത് അതിനുള്ളൊരു സ്റ്റേജിൽ പാടാനുള്ളതൊന്നും അല്ലെങ്കിലും അമ്മയും ഒക്കെ വീട്ടിൽ ഒരു കലാവാസനയുള്ള ഒരു കുടുംബത്തിലാണ് ജനിച്ചത്. ഓക്കെ. അതിന്റെ ഒരു ഇതായിട്ടായിരിക്കും ചെറുപ്പം മുതലേ എനിക്ക് പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. കുടുംബപരമായിട്ട് കുറച്ച് കലാവാസന ഉള്ളതാണ്. അച്ഛനൊരു നാടകമൊക്കെ എഴുതിയിരുന്നു, അച്ഛനൊരു കലാകാരനായിരുന്നു. അത് മാത്രമല്ല മണിച്ചേട്ടന്റെ നാട്ടിൽ നിന്നാണ് വരുന്നത്. മണിചേട്ടൻ പിന്നെ എന്തായാലും ഒരു അപ്പൊ ചാലക്കുടി ചന്ത ഒന്ന് പിടിച്ചു നോക്കല്ലേ? അല്ല, നമുക്ക് ഞാൻ ഇപ്പൊ പാടിയ പാട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഓണൊക്കെ അല്ലേ, എല്ലാവർക്കും ഒരു ഓണ ഗിഫ്റ്റ് ആയിക്കോട്ടെ. പക്ഷെ എനിക്ക് ഇപ്രാവശ്യം എന്നെ പ്രോഗ്രാമിനൊക്കെ കൊണ്ടുപോകാൻ വണ്ടി ഓടിക്കാൻ പറ്റാത്തതിൽ കുറെ നമ്മുടെ ഓട്ടോറിക്ഷ സഹോദരന്മാരൊക്കെ എനിക്ക് ഇവിടെ വന്ന് കറക്റ്റായിട്ട് എന്നെ കൊണ്ടുവന്നൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളെ ഈ വയനാട്ടിലുള്ളവരൊക്കെ തന്നെ പ്രോഗ്രാമിന് പോകാൻ പറ്റണ്ടേ, അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് എന്തായാലും ഒരു പാട്ട് പാടാം. അതെ. ആരാരുമാവാത്ത കാലത്ത് ഞാനന്ന് ഓട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. 100-ന്റെ നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടേട്ടം ഓടിടുമ്പോ കിക്കർ വലിച്ചെന്റെ കയ്യും നടുവും തളർത്തിയൊരോട്ടോ വണ്ടി. ആരാരുമാവാത്ത കാലത്ത് ഞാനന്ന് ഓട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. 100-ന്റെ നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടേട്ടം ഓടിടുമ്പോ കിക്കർ വലിച്ചെന്റെ കയ്യും നടുവും തളർത്തിയൊരോട്ടോ വണ്ടി. എല്ലുമുറിയ പണിയെടുത്തും കപ്പം കട്ടം കുടിച്ച കാലോ, പള്ള നിറയ്ക്കാൻ വഴിയില്ലാതന്ന് നടന്നൊരു കുട്ടിക്കാലോ. കഷ്ടപ്പാട് കണ്ട് ദൈവം തന്നെ വിധി മാറ്റി എഴുതിയപ്പോ കഷ്ടപ്പെടുന്ന മനസ്സുകൾ എന്നും തിരിച്ചറിയും ഒന്നു ഞാൻ. ആരാരുമാവാത്ത കാലത്ത് ഞാനന്ന് ഓട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. അടിപൊളിയായിട്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സത്യേട്ടനെ പോലുള്ള കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കേണ്ടതും പരിപോഷിപ്പിക്കേണ്ടതും ഈ സമൂഹത്തിന്റെ നാളെ വരാനുള്ള കുട്ടികൾക്ക്, അതേപോലെ നമ്മുടെ ഇന്നത്തെ നിലനിൽപ്പിനും നാളത്തെ നിലനിൽപ്പിനും നമ്മുടെ പാരമ്പര്യ കലകളെല്ലാം അന്യം നിന്ന് പോവാതിരിക്കാൻ വേണ്ടി സത്യേട്ടനെ പോലെയുള്ള കലാകാരന്മാരെ എല്ലാ തരത്തിലും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാ രീതിയിലും നമ്മൾ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരണം. ഇപ്പോ സത്യേട്ടന് പെട്ടെന്നൊരു സ്ട്രോക്ക് സംഭവിച്ചു. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും അതോടൊപ്പം തന്നെ നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹകരണത്തോടെ അദ്ദേഹം പൂർവാധിക ശക്തിയോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോ എത്തി നിൽക്കുന്ന ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാല് അദ്ദേഹം പ്രോഗ്രാമുകൾക്ക് എടുക്കാൻ തയ്യാറാണ്. അതേപോലെ പിന്നെ അദ്ദേഹം ചെറിയ രീതിയിൽ ഈ പോക്കറ്റ് റോഡിലൂടെയൊക്കെ പിന്നെ ചെറിയ രീതിയിലൊക്കെ വണ്ടി ഓടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിനാൽ കഴിയുന്ന രീതിയിൽ എല്ലാ തരത്തിലും അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യണം. അദ്ദേഹത്തിന് പറയാൻ എന്താണുള്ളത് നമുക്കത് കേട്ടുനോക്കാം. അല്ല, കഴിഞ്ഞ വർഷം എനിക്ക് ഈ ഒരു അവസ്ഥയിൽ പോലും നിന്നിട്ട് എന്നെ ഒരുപാട് ക്ഷേത്ര കമ്മിറ്റിക്കാർ, എൻ്റെ സുഹൃത്തുക്കൾ എനിക്ക് വിളിച്ചിട്ട് എന്നെ പ്രോഗ്രാമുകൾ തന്നിട്ടുണ്ട്. അപ്പൊ ഇപ്രാവശ്യം ഞാൻ അന്നൊക്കെ ഫോണിലൂടെ പരിപാടി എഗ്രിമെന്റ് വെച്ച് കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞുള്ളൂ. എങ്കിലും എന്നെ കൊണ്ട് കഴിയുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ ആ പ്രോഗ്രാമിൻ്റെ അന്ന് ഉത്സവങ്ങൾക്കും പള്ളിപ്പെരുന്നാളൊക്കെ ഞാൻ പോയിട്ടുമുണ്ട്. പക്ഷെ ഇപ്രാവശ്യം എന്തായാലും ഇനിയൊരു പ്രശ്നങ്ങളൊന്നും മുമ്പോട്ട് വരില്ല എന്ന് വിചാരിക്കണം. എനിക്ക് വണ്ടി ഓടിച്ച് പോകാൻ പറ്റും, ഞാൻ വണ്ടി ഓടിക്കും. എല്ലാ അമ്പലക്കാരും കാര്യങ്ങളും എന്നെ കൈവിടില്ല എന്നുള്ളത്, വയനാട്ടുകാർ എന്നെ കൈവിടില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. കംപ്ലീറ്റ് ക്ഷേത്ര കമ്മിറ്റിക്കാരും പള്ളി കമ്മിറ്റിക്കാരും ഉറപ്പായിട്ടും എന്നെ തന്നെ വിളിക്കും. അപ്പൊ സ്റ്റേജുകൾ കൊടുക്കുക എന്നുള്ളതാണ് ഇനി. സ്റ്റേജ് ഉറപ്പായിട്ടും എനിക്ക് സ്റ്റേജ് തരും. വീണ്ടും എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ വയനാട്ടിലുണ്ട്, എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ആരും പറഞ്ഞിട്ടില്ലല്ലോ, എൻ്റെ അനുഭവത്തിലാണ്. പക്ഷെ അവരൊക്കെയും മുൻകൂട്ടി, അതായത് ജനുവരിയിൽ നടക്കുന്ന പള്ളിപ്പെരുന്നാളിന് വരെ എനിക്കിത് സംഭവിച്ചപ്പോൾ ഓഗസ്റ്റിൽ വരെ എന്നെ വിളിച്ച് പരിപാടി ബുക്ക് ചെയ്തു മുൻകൂട്ടി. അത് എന്നോടുള്ളൊരു ഇഷ്ടം കൊണ്ടാണ്. അങ്ങനെ ചില പള്ളികളുണ്ട് ഇവിടെ. അപ്പൊ അവരൊക്കെ തീർച്ചയായിട്ടും എന്നെ തന്നെ വിളിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. നമുക്ക് നിലവിലെ ഓണപരിപാടികൾ ഏതെങ്കിലും ഓണപരിപാടിന്റെ എൻക്വയറികളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. എനിക്കിപ്പോ വിളിച്ചു, അതിപ്പോ കൺഫേം ആവുമെന്ന് ചോദിക്കണം. അതുപോലെ തന്നെ നവമീന്റെ
കുറച്ച് ആളുകൾ നവരാത്രി ഉത്സവത്തിനൊക്കെ സംബന്ധിച്ചിടത്തോളം എന്നെ വിളിച്ചിട്ടുണ്ട്. അത് അടുത്തന്നൊക്കെ കൺഫേം ആവും. വരുന്ന ഞായറാഴ്ച നമ്മളേക്ക് വിളിച്ചിട്ട് കൺഫേം ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും പരിപാടി. നമ്മുടെ ഗാനമേളയും നാടൻപാട്ടൊന്നും അല്ലാണ്ട് നമ്മൾ പുറമേ ഉള്ള നാടകങ്ങളും പിന്നെ ബൈബിൾ നാടകങ്ങളും ഒരുപാട് ക്ഷേത്രകലകളും ചെണ്ടയും എല്ലാം നമ്മൾ ബുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളതിൻ്റെ ഒരു ഓഫീസുള്ളത് പനമരം ടൗണിലാണ്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും എന്നെ വിളിക്കും എന്നുള്ളൊരു വിശ്വാസത്തോടുകൂടിയിട്ടാണ്. തീർച്ചയായിട്ടും എല്ലാവരും അദ്ദേഹത്തിനെ വിളിക്കുക. അദ്ദേഹത്തിന്റെ നമ്പർ ഒരുവിധം എല്ലാ ഏജൻസികളുടെ കയ്യിലും എല്ലാ കാര്യങ്ങളും ഉണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ നമ്പർ ഞങ്ങൾ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന് നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിക്കാം. അതല്ല ഇനിയിപ്പോൾ ഞങ്ങൾ വഴി വിളിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വിളിക്കാം. ഒരു പ്രശ്നവുമില്ല. എല്ലാ തരത്തിലും ഞങ്ങൾ അദ്ദേഹത്തിനെ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാ തരത്തിലും ഞങ്ങളെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ ഞങ്ങളും തയ്യാറാണ്. നമ്മുടെ ചാനലും തയ്യാറാണ്. അപ്പൊ സത്യേട്ടാ, ഓ. അപ്പൊ ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ സംസാരിച്ചതിനും ആ. പാട്ടുകൾ പാടുന്നതിനൊക്കെ ഒരുപാട് നന്ദി. അപ്പോ ഈ ഒരു ചെറു മഴയത്ത് സത്യേട്ടന്റെ ഒരു പാട്ടും കൂടെ കേട്ടിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. സത്യേട്ടാ, ഓ. റെഡി 1 2 3 സ്റ്റാർട്ട്. വഹിക്കുച്ചാണ്ട് പാണം കത്തണുമാ, വയല പൊട്ടിച്ച് പാപ്പണ്ടാക്കണുമാ, വയറ് കത്തിയാലേ എന്റെ കൊടല് കത്തണുമാ, പ്രാണം പെടഞ്ഞിട്ട് ദൈവേ ഓണം വളർത്തണുമാ, അത്തം കഴിഞ്ഞാലോ പിന്നെ തോണം വരുമന്ന്, ഇമ്മിനി നാളായി തച്ചൻ കൊഞ്ചി പറയാറില്ലേ, ഉമ്പായിക്കുച്ചാണ്ട് എന്റെ പ്രാണം കത്തണുമാ, വയല പൊട്ടിച്ച് പാപ്പണ്ടാക്കണുമാ. അപ്പോ സത്യേട്ടാ, ഞങ്ങളോട് ഇത്രയും നേരം ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്തതിനും സത്യേട്ടന്റെ കാര്യങ്ങൾ പറഞ്ഞതിനും മനസ്സ് നിറഞ്ഞ നന്ദി. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവിധ ശക്തിയോടുകൂടി ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ. ഞങ്ങളുടെ എല്ലാവിധ പ്രാർത്ഥനകളും എല്ലാ സപ്പോർട്ടും. അപ്പൊ സത്യേട്ടാ, ഓ. ശരി. Free audio